ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നിങ്ങളൊക്കെയായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ മോനെ സ്കൂളിലേക്ക് കൊടുത്തു വിട്ട ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ആ ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് കുറച്ചുകൂടി എക്സ്പാൻഡ്, അതായത് ഇപ്പോൾ നമുക്കിതിന് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ റെസിപ്പി ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ രാവിലെ ഒരു കപ്പ് ചായയിൽ തുടങ്ങാം. അല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. എനിക്കൊരു കപ്പ് ചായയിൽ തുടങ്ങിയാലാണ് ദിവസം ഒന്ന് എന്താ പറയുക ഒരു ഉഷാറാവുള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒരു കപ്പ് ചായ കുടിച്ചതിന് ശേഷം നമുക്ക് റെസിപ്പി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുക്കുക. ഇത്തിരി കുഴിയുള്ള ടൈപ്പ് പ്ലേറ്റോ ബൗളോ എടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം, ഒറിഗാനോ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ വളരെ ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും മാത്രമേ നമ്മൾ മുട്ടയിലേക്ക് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പെപ്പറും ഉപ്പും അതുപോലെ തന്നെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. പിന്നെ ഇപ്പുറത്തെ ബൗളിൽ നിങ്ങൾ കണ്ടല്ലോ, അത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്. അപ്പോൾ നമ്മൾ ബ്രൗൺ ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതും ബ്രൗൺ ബ്രെഡ് തന്നെയാണ് കേട്ടോ, വൈറ്റ് ബ്രെഡ് അല്ല. നിങ്ങൾക്കത് വൈറ്റ് ബ്രെഡിലും ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബ്രെഡ് വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഒരു സാൻഡ്വിച്ച് ബ്രെഡായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ 2ആയിട്ട് മുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മുട്ടയുടെ ഇതിലേക്ക് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടത് നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 2 സൈഡും നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ വേർഷനാണ്. ഇതിൻ്റെ എക്സ്പാൻഡ് വേർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചീസ് വേണമെങ്കിൽ എന്താ പറയുക, ഒരു 2 ബ്രെഡ് എടുക്കുക, നടുവിലൊരു ചീസിൻ്റെ സ്ലൈസ് വയ്ക്കുക. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഇതുപോലെ ഒറിഗാനോ അല്ലെങ്കിൽ എന്താ പറയുക ചില്ലി ഫ്ലേക്സ് അങ്ങനത്തെ സംഭവമൊക്കെ ചേർക്കാം. ഓക്കെ, എന്നിട്ടത് ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മുട്ടയിൽ മുക്കി എന്താ പറയുക മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ പൊട്ടാറ്റയോ പനീരോ അങ്ങനെ എന്തെങ്കിലും ചിക്കൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ വേർഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ പെട്ടെന്ന് എന്താ പറയുക സമയമില്ല, അങ്ങനെയൊക്കെയുള്ള സമയമാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇതായിരുന്നു മോന് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിന് ടിഫിൻ ബോക്സിന് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ വേർഷൻസ് നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെന്താ, അപ്പോൾ ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഏത് ദിവസം നമ്മൾ വീഡിയോ എടുത്തതെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയില്ല. അത് ഐ തിങ്ക് ഇറ്റ്സ് ട്യൂസ്ഡേ ഓർ വെനസ്ഡേ ആയിരിക്കും, എനിക്ക് അത്ര ഓർമ്മയില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോസൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത വീഡിയോസുകളാണ്, ഈ ആഴ്ച എടുത്ത വീഡിയോസുകളല്ല. അപ്പോൾ അത് കാരണം ഇത് എന്നാ ഞാൻ തയ്യാറാക്കിയെന്ന് എനിക്കൊരു ഓർമ്മയില്ല ആക്ച്വലി. എന്തായാലും ഇതൊരു ട്യൂസ്ഡേ അല്ലെങ്കിൽ ടേഴ്സ്ഡേ, കാരണം യൂണിഫോം വരുന്നിരിക്കുന്നത് ട്യൂസ്ഡേ അല്ലെങ്കിൽ ടേഴ്സ്ഡേത്തെ യൂണിഫോമാണ്. അപ്പോൾ ഏതോ ഒരു ദിവസത്തെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ടേഴ്സ്ഡേ ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ അടുത്ത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കഴിഞ്ഞ ടേഴ്സ്ഡേത്തെ വീഡിയോ ആയിരുന്നു തോന്നുന്നു. പിന്നെന്താ വേറെ, അപ്പോൾ ഇത് മോനെ ഒരുക്കുന്ന കാര്യങ്ങളാണ്. ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം അവന് ഫോണൊക്കെ നോക്കണം. എന്തായാലും കുളി കഴിഞ്ഞ് നേരെ വരുന്നത് കയ്യിലൊരു ഫോണുമായിട്ടാണ് വരിക. ഒന്ന് ഇതൊക്കെ നോക്കി റെഡിയായി അങ്ങനെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് അവൻ പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫോൺ നോക്കിയിരിക്കുന്നത് അർണവും. പിന്നെ അവൻ്റെ വണ്ടി നമ്മൾ പ്രൈവറ്റായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാകും. ഇതാണ് വണ്ടി. അപ്പോൾ അത് വന്ന് അല്ലെങ്കിൽ പോവുക, അങ്ങനെ ആണ്. മോർണിംഗ് കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അങ്ങനെ അർണവ് പോയതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ കോറൂനെ, അതായത് ഞങ്ങൾക്ക് ഒരു നായ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഡോഗുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നടത്തിക്കാൻ കൊണ്ടുപോകും. അതെൻ്റെ ഡ്യൂട്ടിയാണ്. അർജുൻ ഉണ്ടെങ്കിൽ അർജുൻ്റെ ഡ്യൂട്ടിയാണ് അതിനെ കൊണ്ടുപോവുക. അർജുൻ ഇല്ലെങ്കിൽ ഞാനൊന്ന് കൊണ്ടുപോവുക. അപ്പോൾ അതിനെ കൊണ്ട് പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. വേറെ ധൃതിയൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുക, വിക്രമിന് പുറത്തേക്ക് പോകാനോ ഓഫീസിൽ പോകാനോ അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ തന്നെയാണ് ആൾ ഇത് ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിന് കുറച്ച് എന്താ പറയുക, പതുക്കെ ആയാലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ എന്തായാലും പുട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പുട്ടും പിന്നെന്താ പപ്പടവും പഴവും അതായിരുന്നു. പപ്പടം അതുപോലെ ചെറുതായി പീസസൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ചില സമയത്ത് എനിക്ക് ഫുള്ളും അങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ ഒരു പപ്പടം മൊത്തം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വിക്രമിന് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ട് ഫ്രൈ ചെയ്യുന്ന ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ ഓയിൽ ലാഭിക്കാൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കി പപ്പടം വറുത്തെടുക്കുന്ന കുറച്ച് എണ്ണയിലല്ലേ വേണ്ടു. അപ്പോൾ അത് വറുത്തെടുക്കുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഓയിൽ ലാഭിക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ പപ്പടവും പഴവും പുട്ടുമാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത്. ഓക്കെ, പിന്നെ കട്ടൻ ചായ ആൾക്ക് കട്ടൻ ചായ, എനിക്ക് കട്ടൻ കാപ്പിയായിരുന്നു. കാരണം ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ പാൽച്ചായ ഓൾറെഡി നമ്മൾ രാവിലെ ഫസ്റ്റ് എണീക്കുമ്പോൾ തന്നെ ഞാൻ പാൽച്ചായ അല്ലെങ്കിൽ കോഫി, ഇപ്പോൾ വിക്രമില്ലെങ്കിൽ കോഫിയോ അല്ലെങ്കിൽ ഇതുപോലെ ഹോർലിക്സ് ഞങ്ങൾ വൈകിട്ട് ചിലപ്പോൾ മിക്കതും ഞങ്ങളെല്ലാവരും ഹോർലിക്സ് ആവും, ചിലപ്പോൾ ചായ അങ്ങനെയായിരിക്കും. കോഫി വിക്രം അങ്ങനെ കുടിക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. എനിക്ക് കോഫി ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ആളില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കോഫി ആക്കും, അതല്ലെങ്കിൽ ചായ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രാവിലെ പാൽച്ചായയാണ് എന്തായാലും നമ്മൾ എനിക്ക് വരുമ്പോൾ കുടിക്കും. പിന്നെ കട്ടൻ ചായയോട് അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ ചെറിയ എന്തെങ്കിലും കുടിക്കാന്നുള്ളതിൽ അത് എന്താ പറയുക, നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈയിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ടൻ്റെ പരിപാടികൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രസമാണ്. അത് കുറച്ചുകൂടി മധുരം ഇട്ടിട്ട് വേണം കഴിക്കാനായിട്ട്. എനിക്ക് കട്ടനാണെങ്കിൽ മധുരം വേണം. അത് കാപ്പിയായാലും ശരി ചായ ആയാലും ശരി, മധുരം ഉണ്ടെങ്കിലേ അതിന് രസമുള്ളൂ.
അപ്പോൾ ഇതുപോലെ ചൂട് എന്തെങ്കിലും ദോശയോ പുട്ടോ എന്തായാലും അതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടൻ കാപ്പി ചായയോ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ നല്ല രസം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പണ്ടൊക്കെ വീട്ടിൽ അങ്ങനെ വെക്കാറൊക്കെ ഉണ്ടല്ലോ. പണ്ടൊക്കെ പാൽ ചായ കിട്ടണമെങ്കിൽ വല്ല ഓണം വിഷു അങ്ങനത്തെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളാണ് പാൽ വീട്ടിൽ വയ്ക്കുക. പണ്ട് ഇവിടെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒക്കെ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. വല്ല വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ വല്ല വിരുന്നുകാരൊക്കെ വരണം വീട്ടിൽ പാല് ചായ കുടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കട്ടൻ കാപ്പി കട്ടൻ ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വീട്ടിലുണ്ടാക്കുക. അപ്പോൾ എനിക്കുള്ള ആൾക്കുള്ള ചായയും എനിക്കുള്ള കട്ടൻ കാപ്പിയൊക്കെ തയ്യാറാക്കി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്: പുട്ട്, പഴം, പപ്പടം ആൻഡ് കട്ടൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിലെ ചില കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ. എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.